മുഅ്മിനീങ്ങളെ, അങ്ങനെ എത്രയെത്ര സംഭവമാണ്. ആ മുസ്ലിമായ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരു മുസ്ലിമായ യാചകൻ പോകുന്നു, കൈനീട്ടിയിട്ട് പോവുകയാണ്. കൈനീട്ടി പോയിട്ട് മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിൽ കൈനീട്ടിയിട്ട് അവിടെ പോയി കൈകൾ നീട്ടിയിട്ടൊന്നും കൊടുത്തില്ല. അയാൾ പറഞ്ഞു, അല്ല സഹോദരാ, ഖാലിയാണ്, ആലിമാണ്, മുതലാളിയാണ്, വലിയ പണക്കാരനാണ്, ഇക്കനൊക്കെ ആയിട്ടും അയാൾ കൊടുത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, മുഹറം 10ന്റെ നാളാണ്, ഈ നാളിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരാവോ? കൊടുത്തില്ല. ഖാലിയാർ കൊടുത്തില്ല. നേരെ അടുത്തുള്ള വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് പറഞ്ഞു, മുഹറം 10ന്റെ ദിവസം മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരുമോ? എന്താ കാത് കടിക്കുന്ന കാത് കൈവച്ച് ഞാൻ ബുദ്ധിമുട്ടാണ്. ഖാലിയാറോട് പോയി കിട്ടാത്ത ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി ക്രിസ്ത്യാനിയോട് പറഞ്ഞു, മുഹറം 10ന്റെ ബർക്കത്ത് മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും തരണം. അദ്ദേഹം മുസ്ലിമിനോട്, ആ ക്രിസ്ത്യാനി ചോദിച്ചു, എന്താണ് മുഹറം 10? എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ഒരു നല്ല എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞില്ല. രാത്രി കിടന്നുറങ്ങി ഖാലിയാർക്ക് സ്വപ്നം കാണുന്നു. എന്ത് സ്വപ്നമാണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ കാണുന്നുണ്ട്, കൊട്ടാരം കാണുന്നുണ്ട്, സലാം പറയുന്നു. റസൂലുള്ള സലാം മടക്കിയില്ല. 3 ദിവസക്കാലം ഈ നല്ല മനുഷ്യന്റെ സലാം റസൂലുള്ള മടക്കിയില്ല. 3ാമത്തെ ദിവസം റസൂലുള്ള പറയുന്നു, സഹോദരാ, ഇത് നിനക്കുള്ള കൊട്ടാരമായിരുന്നു. നിന്റെ വീട്ടിലേക്ക് കൈനീട്ടി വന്ന യാചകനെ തിരിച്ചയച്ചുവല്ലോ. ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടെ അയൽവാസിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഖാലിക്ക് സങ്കടം വന്നുപോയി. സ്വർഗീയ കൊട്ടാരമല്ലേ നഷ്ടപ്പെട്ടു പോയത്. ഖാലിയാർ നേരെ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി. ക്രിസ്ത്യാനിയോട് ചോദിച്ചു, അല്ല സഹോദരാ, നിനക്ക് ഞാൻ എന്തെങ്കിലും നീ ചോദിച്ചത് തരാം. എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, എന്റെ കൃഷി തരാം, എന്റെ എല്ലാം തരാം. പക്ഷേ ഒന്ന്, നിങ്ങൾ ചെയ്ത ഇവിടെ 3-4 ദിവസം മുമ്പ് വന്ന യാചകനായ മനുഷ്യനിക്ക് നിങ്ങൾ കൊടുത്ത സദഖ, അതിന്റെ കൂലി എനിക്ക് തരാമോ? അത് തന്നാൽ എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാം. ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഖാലിയോട് പറഞ്ഞു, അല്ല ഖാലി, ചതി വേണ്ട, ചതിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനും റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഞാനിന്ന് ക്രിസ്ത്യാനിയല്ല, ഞാൻ മുസ്ലിമാണ്. എന്നോട് റസൂലുള്ള പറഞ്ഞു, ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങൾ കാണുന്ന ഖാലി കൊടുത്തിരുന്നെങ്കിൽ ഖാലി കൊടുക്കാത്തവർക്ക് നിങ്ങളല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടേതാ. ഷഹാദത്ത് ചൊല്ലി ഞാൻ മുസ്ലിമായിട്ടുണ്ട് ഖാലിയാറെ. എന്നെ ചതിക്കാൻ വന്നതാണോ? സാധ്യമല്ല, ചതിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ മുസ്ലിമാ. നിങ്ങൾ കണ്ട പോലെ റസൂലുള്ളാഹിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗീയ കൊട്ടാരവും കണ്ടിട്ടുണ്ട്. എളിഭ്യനായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഖാലിയാർ ഇറങ്ങിപ്പോവുകയാ. അല്ലാഹുവേ, ധാരാളം നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. ഖൈറും ബറകത്തും റഹ്മത്തും ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ്. അബൂ തൽഹ തങ്ങളും ഭാര്യയും കൂടെ ഭക്ഷണം കൊടുക്കാനില്ലാത്ത റസൂലുള്ള 3 തവണ നിന്ന് ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. 3ാമത്തെ തവണ അബൂ തൽഹ തങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വീട്ടിൽ ഭക്ഷണമില്ല. മക്കളെ കിടത്തി ഉറക്കിയിട്ട് അവർക്കുള്ള ഭക്ഷണം ലൈറ്റ് കിടത്തിയിട്ട് അബൂ തൽഹ തങ്ങളോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ തിന്നണ്ട, ലൈറ്റ് കിടത്തിയിട്ട് നിങ്ങൾ വെറും കൈയിട്ടാ മതി. വന്ന ആളുകൾ അവർ തിന്നുപോകട്ടെ.
ഭാര്യ തിന്നില്ല, അബൂ തൽഹ തിന്നില്ല, മക്കള് തിന്നില്ല. വന്ന വിരുന്നേർക്ക് ഭക്ഷണം കൊടുത്തു. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് അബൂ തൽഹ പോകുമ്പോ റസൂലുള്ള പറയാ, യാ അബാ തൽഹ തഅജ്ജബ റബ്ബുകുമാ മിൻ ഫീലികുമാ. നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ രണ്ടാളുടെ ഭാര്യയുടെ ഭർത്താവുണ്ട്, രണ്ടാളുടെ റബ്ബ് അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി. മിൻ ഫീലികുമാ, നിങ്ങൾ രണ്ടാള് വീട്ടിലേക്ക് വന്ന മുത്തല്ലിം മക്കൾക്ക്, വീട്ടിലേക്ക് വന്ന പാവപ്പെട്ടവർക്ക് നിങ്ങൾ രണ്ടാള് കൂടിയിട്ട് ഭക്ഷണം കൊടുത്തില്ലേ, ഐഡിയ നടത്തില്ലേ, സീക്രട്ട് ചർച്ച നടത്തില്ലേ, ഭക്ഷണം കഴിച്ചതുപോലെ അഭിനയിച്ചില്ലേ? ഇത് കണ്ടിട്ട് തഅജ്ജബ റബ്ബുകുമാ, നിങ്ങളെ പടച്ച അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അബൂ തൽഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവരുകൾ 1000 ഒട്ടകത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട്, അതിന്റെ പ്രതിഫലം കേട്ടിട്ട്, അതിന്റെ നന്മകൾ കേട്ടിട്ട്, അള്ളാന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അതിന് കിട്ടുന്ന 700ഉം അതിനെ കാണും. കമസലി ഹബ്ബ, ഒരു വിത്ത് പോലെ. ആ വിത്ത് അത്ഭുതമാം ഖുർആൻ പറഞ്ഞില്ലേ, 7 കൊല ണ്ട്. ഓരോ കൊടയിലും 100 വിത്തുണ്ട്. അങ്ങനെ 700 ഇരട്ടി പ്രതിഫലമാണ്. 1 റുപ്യ കൊടുത്താൽ, ഒരു ബിരിയാണി കൊടുത്താൽ 700 ബിരിയാണി കൊടുത്ത പോലെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ 700 ഗ്ലാസ് വെള്ളം കൊടുത്ത പോലെ. അതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല പടച്ച റബ്ബ് തആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അമലുകൾ, ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണ്ടയോ? നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നവരാകണം, ധാരാളം സദഖ ചെയ്യുന്നവരാകണം. വീട്ടിൽ ഭക്ഷണം ബാക്കി വന്നതുപോലും ജീവികളുടെ മുമ്പിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലിയിട്ട് കോഴിക്കിട്ട് കൊടുത്താൽ, ബാക്കിയായ മുള്ളു എല്ലുകൾ പൂച്ചക്കിട്ട് കൊടുത്താൽ, ബിസ്മിയും ചൊല്ലിയിട്ട് നീ ഇട്ട് കൊടുത്താൽ അല്ലാഹു അതിന് പ്രതിഫലം തരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന പ്രാവ്, മാടപ്രാവ്, ഈ മാടപ്രാവ് വീട്ടിൻ പരിസരത്ത് വരുമ്പോ അതിന് ഗോതമ്പ് എറിഞ്ഞു കൊടുത്തില്ലേ? ഇതെല്ലാത്തിനും വളരെ ബുദ്ധിയുള്ള ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മാടപ്രാവ്. ഇത് വീടുകളിലേക്ക് വന്നാൽ അതിന് നമ്മൾ ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നു, കോഴിക്ക് അരി എറിഞ്ഞു കൊടുത്തു, ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ ആട് വന്നു, ആടിന് കുടിക്കാൻ കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ പശു വന്നു, പശുവിന് ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. ആട് വന്നപ്പോ ചക്കയുടെ ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ നീ ചെയ്താൽ അതെല്ലാം നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോ അപ്പുറത്തെ വീട്ടുകാരന്റെ പൂച്ചക്ക് വിഷം വെക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കോഴിന്റെ കാല് പൊളിച്ചിട്ട് പറഞ്ഞേക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കാട്ടിന് കല്ലെറിയുന്നവർ. കല്ലെറിയാത്ത ആൾ എറിയും. കഷ്ടപ്പെട്ടിട്ട് ഒരു പൂന്റെ തൈ ഏത് നല്ല കൊണ്ടിട്ടില്ലേ, ഗാർഡനക്ക് പോയിട്ട് 400 റുപ്യ കൊടുത്തിട്ട് 4 ചട്ടിയിൽ കൊടുത്തിട്ട് വെച്ചിട്ടില്ലേ, മക്കളെ പോലെ ഈ പൂന്റെ തൈനെ പോറ്റി വളർത്തിയിട്ട് സകലത്ത് നിന്നിട്ട് ഒരു അഡ്രസ്സും ഇല്ല. ആട് വരിക തിന്ന. സ്വന്തം വീട്ടിൽ ആട് പോറ്റാൻ കഴിയാത്തവർ പോറ്റണ്ട. സ്വന്തം വീട്ടിൽ പോറ്റാൻ പറ്റുന്നവർക്ക് ആശാത്തു ഫിദ്ദാരി ബറക, വീട്ടിൽ ആട് ബറക്കത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ധാരാളം കൊടുക്ക് മുഅ്മിനീങ്ങൾ. ജീവിതം കൊടുത്തു തീർക്കുക ഉള്ള സമ്പത്ത് എല്ലാം അല്ലാഹു തആല അതിന് ഇരട്ടിയുള്ള പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലി അൻഫുസികും. പോന്നിയാ അജർ പോന്നിയാ മതിയാ നിപ്പിക്കണ തങ്ങ ഭർത്താ നിപ്പിക്കണ ഭർത്താ തെല്ല് നോക്കാം. കുറച്ച് പറഞ്ഞിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. ആര് പോണ്ട അതാ ബൈക്ക് മുത്രയിത്താനാ മുത്രയി വർക്കത്ത് വർക്കത്താകട്ടെ. വയസ്സുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. എന്താവില്ല
പഴയ കാലത്തുള്ള മഹാന്മാരൊക്കെ പണ്ടത്തെ ആ തലയൊക്കെ മറച്ച് നല്ല മനുഷ്യന്മാർ. അള്ളാഹു നീ ബർക്കത്താക്കണേ റഹ്മാൻ. വയലിന്റെ സദസ്സിലൊക്കെ ഇരുന്ന വയലൊക്കെ തീർന്ന് നല്ല റാഹത്തോടെ പിരിഞ്ഞു പോകുന്നവരാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. എൻ്റെ ഒരു സുഹൃത്ത് സുരിബയിലെ ഉബൈദ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ പെങ്ങൾ ഈ പരിസരത്താണ്. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഫർസാന എന്ന് പറയുന്ന ഒരു സഹോദരി, ക്ലാസ്സിലും ദീനിലും കാര്യങ്ങളിലൊക്കെ വളരെ മുമ്പന്തിയിലുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. ഇവിടെ അത് ആ വീട്ടിൽ പോയി ദുആ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെറിയൊരു രോഗം ബാധിച്ച് പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളടക്കയിലൊക്കെ പ്രസംഗത്തിന് ഞാൻ പോയപ്പോൾ അവിടെയൊക്കെ വന്നിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. ദീനിനോടും ക്ലാസ്സിനോടൊക്കെ വളരെ മഹബത്തുള്ള ഫർസാന എന്ന് പറയുന്ന ഒരു ഉമ്മ 4 മക്കളെ യതീം മക്കളാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എൻ്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങളാണ്. അള്ളാഹുവേ ആ ഫർസാന എന്ന് പറയുന്ന ഉമ്മയുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആ 2 ആൺമക്കളും പെൺമക്കളും ആ മക്കളിലേക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും ചൊരിയണേ അല്ലാ. ആ ഫർസാനയുടെ ഉമ്മ അടക്കമുള്ള ഭർത്താവ് അടക്കമുള്ള കൂട്ടുകുടുംബം ആ മക്കളെല്ലാം അള്ളാഹുവെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളാൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. വേറെയും ഒരുപാട് ആളുകൾ ഒരു ഖൈറുന്നിസ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഓപ്പറേഷന് കൊണ്ടുപോയിട്ടുണ്ടെന്നും ദുആ ചെയ്യാനൊക്കെ ഏൽപ്പിച്ച അള്ളാഹു നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. അതുപോലെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുള്ള രോഗികൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവിനോട് നമ്മൾ പടച്ചറബിനോട് സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സദഖകളുടെ നന്മകൾ എന്താണ്? മഹാന്മാര് പറയുന്നു മഹ്വുദ്ദുനൂബി വൽ മഅസി, തെറ്റുകളെല്ലാം മായ്ച്ചു കളയുന്നു. നമ്മൾ കൊടുത്ത ഭക്ഷണം, നമ്മൾ കൊടുത്ത സദഖ, നമ്മൾ എന്തെല്ലാം കൊടുത്തു, ആർക്കെല്ലാം കൊടുത്തു? പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലേ? ഉമ്മമാരെ കീറി പറഞ്ഞതല്ല കൊടുക്കേണ്ടത്, കീറിയ വസ്ത്രമല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത്. ഒരു പുതിയ ചുടിദാർ പീസ് ഉള്ളത് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. കീറി പഴയതായി എന്നിനും പറ്റാത്തപ്പോ പഴയ ഡ്രസ്സുണ്ട് ഇട്ട പോണ്ടാറാ, പഴയ ഡ്രസ് ഇവക്കാൻ സ്ഥലമില്ല, കത്തുപാട്ടോ ജാഗയില്ല. അപ്പ ആരെങ്കിലും വന്നപ്പോ പഴയ ഡ്രസ്സുണ്ട് തർച്ച. പഴയതല്ല കൊടുക്കേണ്ടത്, കൊടുക്കണ്ടെന്നല്ല, പഴയത് കൊടുക്കി അതിന്റെ കൂടെ പഴയതൊരു ഒരു പുതിയതുണ്ട്, ഒരു ചൂടി പീസ് ഇതാ ബിസ്മില്ലാ. ഉമ്മമാരെ ഏറ്റവും നല്ല ഖൈറായത് കൊടുക്കുന്നവരാകണം. അങ്ങനെ കൊടുത്താൽ അറിഞ്ഞോ അറിയാതെയോ, അറിയാതെ നോക്കിപ്പോയ സീരിയലില്ലേ, അറിയാതെ നോക്കിപ്പോയ ചാറ്റിംഗ് ഇല്ലേ, അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റല്ലേ, ബാല്യത്തിൽ ആരും അറിയാതെ ചെയ്ത കുറ്റല്ലേ, ഇത് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഈ സദഖ മതിയാകുമെന്ന് ഗൾഫുകാരാണ് കൊടുക്കുന്നത്. പ്രവാസികളെ കണ്ട് പഠിക്കണം. എന്തോ ഒരു ഹിമ്മത്താണ് അവർ. സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നവരവരാണ്. എല്ലാ യതീംഖാനകളും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ പള്ളി ദർസുകളും, എല്ലാ നാടിന്റെ അഭിവൃദ്ധിയും ഗൾഫിൽ പോയി ചോരനീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരില്ലേ, ഇവരുടെ രക്തം നീരാക്കിയവർ അധ്വാനിച്ചതിന്റെ ഫലമാണ് നാടുകളിൽ കാണുന്ന ഈ ഐശ്വര്യോ. ഗൾഫുകാർക്ക്, പ്രവാസികൾക്ക് ഉമ്മിനെ നാട്ടിലേക്ക് വരുമ്പോ അവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരൊറ്റ വയലും നടക്കരുത്, ഒരൊറ്റ സ്വലാത്തും നടക്കരുത്, ഒരൊറ്റ ഹൽക്കയും നടക്കരുത്. ഈ പ്രവാസികൾക്ക് ഉറൂസിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അദ്ദാദിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നാടുകളിൽ നടക്കുന്ന നന്മയിൽ കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ മക്കളെ പോറ്റാൻ, കുടുംബം പോറ്റാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരുടെ കണ്ണീര് തുടക്കാൻ പ്രവാസികൾ പെടുന്ന പാടില്ലയോ? എല്ലാം മറന്നിട്ട് ഈ സമുദായത്തിന് ചെറുപ്പക്കാർ നൽകുന്ന ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലാ പ്രവാസികളായ നാട്ടുകാര്, ഭർത്താക്കന്മാര്, മക്കള്, കുടുംബങ്ങൾ, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, നാടും പേരും അറിയില്ലെങ്കിൽ എല്ലാം അറിയുന്ന അല്ലാ എല്ലാ പ്രവാസികളെയും നീ ഖൈറിലും ബറക്കത്തിലും റഹ്മത്തിലുമാക്കണേ അല്ലാ. അവരുടെ നിയമസംബന്ധമായ കമ്പനികളിലും മറ്റും അനുഭവിക്കുന്ന മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അവർക്ക് ഖൈറായ ജോലി, ഖൈറായ കച്ചവടം എല്ലാം നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ദോഷങ്ങളെല്ലാം മാഞ്ഞു പോകാൻ ധാരാളം സദഖ ചെയ്യണേ. അൽ വിഖായത്തു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ നൽകുന്ന സദഖയില്ലേ, നീ കൊടുത്ത സദഖയില്ലേ, നീ ചെയ്യുന്നതെല്ലാം നാളെ ആരാരും കൂട്ടിലില്ലാത്ത ഖബർ. ഭർത്താവ് എവിടെ ഇല്ലല്ലോ, ഭാര്യ എവിടെ ഇല്ലല്ലോ, മക്കൾ എവിടെ ഇല്ലല്ലോ. പാമ്പ് കണ്ടാൽ പേടിക്കുന്നവർ, പല്ലി കണ്ടാൽ പേടിക്കുന്നവർ, പാറ്റ കണ്ടാൽ പേടിക്കുന്നവർ, തവള കണ്ടാൽ പേടിക്കുന്നവർ, ഇതിനൊക്കെ പേടിയുള്ളവരല്ലേ ഉമ്മ. ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന ചെറിയ ചെറിയ പാമ്പുകൾക്ക് 40 തലയുണ്ട്.
ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന തേളുകൾക്ക് 10ഉം 15ഉം കൊത്താനുള്ള കൊമ്പുകളുണ്ട്. അത്ഭുതമാണ്. ആരും കൂട്ടിലില്ല, തിരിയാനും അറിയാനും കഴിയില്ല. ഈ ഖബറിലേക്ക് എത്തുമ്പോ മുൻകർ നകീർ അലൈഹിമാ മിനല്ലാഹിസ്സലാം, അവർ കടന്നു വരുമ്പോ, മുൻകർ നകീർ വരുമ്പോ ഖബറിൽ ഇസ്സത്തോടെ കിടക്കണോ. ധാരാളം സദഖ ചെയ്യണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അബുൽ സമർഖന്ദി തങ്ങൾ അവர்கள் ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 4 കാര്യം പറഞ്ഞു. അതിൽ ഒന്ന് അസ്സദഖത്തു, ധാരാളം സദഖ ചെയ്യലാണ്. സമ്പത്ത് ചെയ്യലും. കട്ടിട്ട് കൊടുക്കണ്ട. ചില ആളുകളൊക്കെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക, പേഴ്സിൽ നിന്ന് കക്കുക, പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക. കക്കാൻ പാടില്ല. പുരുഷന്മാരും ബുഖ്ലും ചെയ്യാം. ഭാര്യമാർക്കൊരു എമൗണ്ട് കൊടുക്കണം. ഭർത്താക്കന്മാർ നിനക്കെതിന് പൈസ, നിക്ക് വേണ്ടല്ല, നാട്ടല്ല, നിക്കെന്ത് കാസ്, നിക്കെന്ത് കാസ്, നിക്കെന്ത് കാസ്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പെണ്ണിങ് എന്താക്കുന്നേ, എല്ലാം കട്ടിട്ട് ഒളിപ്പാട്ടി വെക്കുന്നത്. എവിടെ ഒളിപ്പാട്ടി വെക്കുന്ന? എവിടെ? മുസാഫിന്റെ ഇടയിൽ. ഈ പായ ഓട തേടി മുസാഫ് തേടല്ല. പെണ്ണിങ്ങ പൈസ വെക്കുന്ന ജാഗ ഞാൻ ഇപ്പൊ ചെല്ല. ഒന്ന് മുസാഫ്, ഒന്ന് നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ, പിന്നൊന്ന് മുസല്ലന്റെ ഉള്ളിൽ, പിന്നെ സോപ്പിന്റെ പെട്ടിയിൽ, അല്ലെ, പിന്നെ ക്രീമിന്റെ ബോക്സിൽ, പിന്നെ പല പറയുന്നുണ്ട്. പെണ്ണ് ബംഗാറിന്റെ പെട്ടിന്റെ അടിയിൽ ഒട്ടായിരിക്കുന്നു. അടിയിൽ തള്ളിയിട്ട് വെക്കുന്ന പൈസ 500ന്റെ 1000ന്റെ 2000ന്റെ നോട്ടാക്കി ജാഗ്രതയിൽ വെക്കുന്നത്. ഉറുമ്മ ചെല്ലുണ്ടല്ല, നിന്റെ തൊട്ടെങ്കോ എന്റെ കപ്പന്റെ തുണി തൊട്ടിട്ടുണ്ടാകും. അങ്ങനെ ആര് തൊട്ടിട്ടില്ല. ഉമ്മാന്റെ ആയ്മാനോ ബലമാന്റെ വസിയത്ത് കപ്പന്റെ തുണി തൊടണ്ടാന്ന്. നമ്മളെ മൂപ്പർ നോട്ട് നിഷേധാക്കിയപ്പോ 1,00,000 ചില്ലറ റുപ്യ കപ്പന്റെ തുണി നീ എടുത്തത് ബലമ. ഇത്ര നിന്ന് കപ്പന്റെ തുണി തൊടണ്ടല്ലേ? ഇതിൽ ചുറ്റി വെക്കുന്നത്. ഇല്ലമ്മ എന്റെ പൈസ ഞാൻ എന്റെ ഇല്ലമ്മ, ഇല്ലമ്മ നീ എന്താ കൊണ്ടാക്ക താമ, ഈ താമ 500 രൂപയൊക്കെ വെച്ച് കപ്പന്റെ തുണിയിൽ. കണ്ടാ ചില പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ വേണോ? ജാഗ്രത തന്നെ. കട്ടിട്ട് വെക്കണ്ട മാത്രം. കക്കുന്ന പോലെ ആണുങ്ങ ഒരു എമൗണ്ട് ഭാര്യയുടെ പിടിച്ചോ ബർക്കത്തിന്. എന്തിന് ഇരിക്കട്ടെ, നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഒരു എമൗണ്ട് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കണം. എപ്പോഴും എന്താവശ്യം വരുമെന്ന് പറയാൻ കഴിയില്ല. ഒരു എമൗണ്ട് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ വേണം. എന്താ 5000 രൂപ ഭാര്യയുടെ കൈ കൊടുത്ത് എന്താകും? ഒന്നും ആവില്ല. ഭാര്യയുടെ കയ്യിൽ ഒരു എമൗണ്ട് കൊടുക്കണം. കാരണം ചിലപ്പോ ബുദ്ധിമുട്ട് വരാം, രോഗം വരാം, ഭാര്യക്ക് യാചിക്കുന്ന യാചകർ വരാം. സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഉപ്പയോട് ചില ആളുകള് ഉമ്മാക്ക് പൈസ അയച്ചു കൊടുക്കും. അത് ഉമ്മാക്ക് തന്നെ. ഇയാൾക്ക് ഒരു റൈറ്റും ഇല്ല. ബാസായിട്ടാണ് ആരുമില്ല. മക്കാര് കൊടുക്കും. ഉപ്പയുടെ കയ്യിൽ ഒരു എമൗണ്ട് മക്കൾ കൊടുക്കണം. അബ്ബകന്ത് കാസ് നങ്ങ സാമാൻ നങ്ങെടുക്കരുത്. കറണ്ട് ബിൽ അബ്ബകന്ത് അബ്ബക്ക് വേണം. അബ്ബക്കും നാണക്കേട്. പള്ളിയിൽ പോകുമ്പോ മുസാഫിർ വരുമ്പോ ഒരു 10 രൂപ മുസല്ലക്കിടാൻ ഒരു ഉസ്താദന്മാർക്ക് ഒരു കൈമടക്കണം ഉപ്പാക്ക് തോന്നി. ഇതിന് മക്കൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. പണ്ട് കൊടുത്തിട്ടില്ല. നടക്കുന്ന ജാഗ കേട്ടിട്ട് ബൈ കേട്ടിട്ട് കൊടുത്തിട്ടില്ല. അയാള് പണ്ട് ഒരു ഗ്ലാസ് തണ്ണി കൊടുത്തിട്ടില്ല. ഇപ്പൊ മാസേ ഇന്ദ്രയും കൊടുക്കത്ത. ഇപ്പൊ ഇല്ല കൊടുക്കത്ത. നിനക്ക് അത്തെന്ന് പറഞ്ഞുകൊണ്ട് പോണത്തരല്ലാതെ എന്തില്ല. ആവട്ടെ ഇപ്പോഴാണെങ്കിലും മക്കളെ, നിങ്ങളുടെ വാപ്പമാർക്ക് സദഖ ചെയ്യാൻ, ഉമ്മമാർക്ക് സദഖ ചെയ്യാൻ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, പള്ളിക്ക് കൊടുക്കാൻ, മദ്രസക്ക് കൊടുക്കാൻ ഒരു എമൗണ്ട് നമ്മുടെ മക്കൾ, ഈ മക്കളൊക്കെ ശ്രദ്ധിക്കണം. ഉപ്പമാരുടെ ഉമ്മമാരുടെ കയ്യിലേക്ക് ഒരു എമൗണ്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലാ നീ ഖൈർ നൽകണേ അല്ലാ. പെരുന്നാളൊക്കെ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് അല്ലെ? മക്കൾക്കൊക്കെ ആശായിരിക്കും. ചെറിയ മക്കളൊക്കെ പൈസ പെരുന്നാളിന്റെ കാസ് കൂടെ ഉണ്ട്. പെരുന്നാളിന്റെ കാസ് ഇല്ല. ഇവിടെ എന്തില്ലല്ലോ പഠിച്ചത്. വെള്ളമില്ല, തവളയില്ല, പാരിവളമില്ല, ഗോതമ്പില്ല. പിന്നെ പെരുന്നാളിന്റെ പൈസ ഇല്ലേ? ഉണ്ട്. നീ കൊടുക്കുന്ന അതാ ഉണ്ട്. കൊടുക്കുന്ന തമ്മില്ല. കൊടുക്കണം. നമ്മുടെ ഇപ്പാപ്പ പോയിട്ട് റമദാനിലെ ചില്ലര 100 രൂപ 10 ചില്ലര ഓർക്ക് എത്രയെന്നൊന്നും അറിയില്ല. എണ്ണത്ര ഇപ്പത്തെ മക്കൾക്ക് അറിയുന്നു. കളർ നോക്കിയിട്ട് മനസ്സിലാക്കുന്നു. ഏതുമായിട്ട് കുറച്ച് ചില്ലര പൊടി ചില്ലര ഒരു നോട്ടെങ്ങ് 10 രൂപ 2 കൊടുത്തെങ്ങ് മക്കൾക്ക് ഭാര്യകോസ് മരിക്കോള ചൊല്ലു. രണ്ട് ബോബ എന്തു അയാൾ പെരുന്നാൾക്ക് എപ്പോൾ തന്നു എന്ത് കാസ്. ബോബാനെ ഓർമ്മിക്കാൻ പുള്ളിയൊക്കെ പെരുന്നാക്ക് എന്താക്ക പെരുന്നാളമ്മ റെഡിതാ പെരുന്നാളിലെ കാസ്. അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പഠിപ്പിക്കാം. മക്കൾക്ക് ധാരാളം കൊടുക്കാൻ പഠിപ്പിക്കാം. ചില ആൾക്ക് കൊടുക്കുന്നേന്ന് പറഞ്ഞെങ്കിൽ വേജാ. ഞാൻ ഒരു സ്ഥലത്ത് എനിക്കറിയാം, ഒരു ഉസ്താദ് രാജിവെച്ചിട്ട് പോയി. ഇന്ന് രാജിവെച്ച പ്രശ്നമാക്കിയല്ല ലൈവിൽ എന്ന് രാജിവെച്ച ഒരാള് 1 വർഷം മോലത് പോയപ്പോ ഗംട്ടേപ്പിട്ട കാസ് കൊടുത്താൽ സബുറാക്കി. ഗംട്ടേപ്പിട്ട് ഇത് എടുക്കുന്നില്ലല്ലേ. ഇതിനെ ചുറ്റിട്ട് ഉസ്താദിന്റെ കേസ് കിട്ടി ഇളക്കിനെ. ഇതിനെ കേൾക്കാനാണ് ഗംട്ടേപ്പുണ്ട് മണ്ണിട്ട് വിട്ടാൽ പോയി.
നഷ്ടു പോയപ്പോ രണ്ട് സൈഡിലുണ്ട് ഗം ടേപ്പ്. ഇയാൾ പെട്ടെല്ലാം കെട്ടി റെഡിയാക്കി ജുമാക്കെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം വാതല ചലിച്ചല്ലി ഈ ഗം ടേപ്പ് ഇട്ട പൈസ തന്നാൾ ഉപ്പാന്റെ ഖബർ കൊണ്ടിട്ട് പൂക്കി എന്നിട്ട് എനിക്ക് ഒറ്റ പാച്ചലിയാണ്. പിന്നെ നിന്നിട്ടാണ് കുറച്ച് ഞങ്ങൾ സ്ഥാനം പോലെ പാപ്പന്തല്ല കുറച്ചൊരു സീന്ത്രിയാണ് ആള്. എപ്പോഴും ഗം ടേപ്പ് ഇട്ടിട്ട് ചില അങ്ങനെ ആക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു പള്ളിന്റെ ഒരാൾ ഉസ്താദിന് ശമ്പളം കൊടുക്കും 500 രൂപ നോട്ടിൽ ഗം ടേപ്പ് ഉണ്ട്. സെക്രട്ടറി വെച്ച് ഉസ്താദിൽ ഒന്നും ഗം ടേപ്പ് ഉണ്ടോ. അപ്പൊ ഇയാൾ സെക്രട്ടറി വേറെ പറയുന്നത്ര പാസ്സാങ് പാസ് ഔട്ട് എന്നിട്ട് ഉസ്താദ് കൊടുത്തേന്ന് കണ്ട. ചില ഗം ടേബിൾ തപ്പിക്കിടുന്ന വെള്ളിയാഴ്ച പന്നിട്ട് ഉൾക്കുന്ന തപ്പിക്ക് 10 രൂപ ഫസ്റ്റ് ഇട്ട് എന്താ 10 രൂപ എവിടെ അങ്ങാടി പോയി എടുക്കില്ല തപ്പിക്കിടുന്ന. ആർക്ക് വേണ്ടാത്തത് പഠിച്ചോനിയായി. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. രണ്ടാമത്തത് ഖബറിന്റെ അദാബിൽ നിന്ന് അവനിക്ക് രക്ഷയാണ്. മൂന്നാമത് അൽ വിഖായത്തു മിൻ അദാബിന്നാർ, നരകത്തിന്റെ തീയെ തൊട്ട് കാവലാകാൻ രക്ഷയാകാൻ സദഖ ചെയ്യണേ. അതുപോലെ എല്ലാ രോഗത്തിനുമുള്ള ശിഫയാണ്, ചികിത്സയാണ് സദഖ എന്ന് പറഞ്ഞാൽ. രോഗങ്ങൾ തട്ടുപോകാൻ, മാരക രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയല്ലേ, അറിയാതെ ക്യാൻസർ രോഗം പടർന്ന് പന്തലിക്കുകയല്ലേ, ചെറിയ പിഞ്ചു മക്കൾക്ക് ഷുഗർ, ചെറിയ പിഞ്ചു മക്കൾക്ക് ഹാർട്ടിൽ തുളയാൻ, മാറാവ്യാധി രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയാണ്. രോഗങ്ങൾ വരാതിരിക്കാൻ നല്ല നിയ്യത്തോടുകൂടെ നല്ല സദഖ ചെയ്യണേ. അതുപോലെ അഞ്ചാമത്തേതാ ആഫത്ത് മുസീബത്തുകളെ തടുക്കാൻ, ആക്സിഡന്റുകളെ തടുക്കാൻ, അപകടങ്ങളെ തടുക്കാൻ, കൈകാലുകൾ മുറിക്കപ്പെടുന്നതിനെ തൊട്ട് തടുക്കാൻ, റോട്ടിൽ വീണ് മരിക്കുന്ന മരണത്തെ തൊട്ട് തടുക്കാൻ ധാരാളം സദഖ ചെയ്യണേ. ധാരാളം സദഖ ചെയ്യുന്നത് കൊണ്ട് ആഫത്ത് മുസീബത്തുകളെ തടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെയോ ആറാമത്തെ ദുആഉൽ മലായിക, അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ ഉള്ള കൂട്ടരാണ് ധാരാളം സദഖ ചെയ്യുന്നവർ. ധാരാളം സദഖ ചെയ്യുന്നവർ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. സദഖ കൊടുത്തിട്ട് ഒരു ദ്വാരന്നിട്ടില്ല, പള്ളിയിൽ ദ്വാരന്നിട്ടില്ല എന്നൊക്കെ പറയും. കാസരക്ക് മാത്രം ദ്വാരക്കരേ എന്ന് പറയും. അല്ല, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹ് കൊടുക്കാനില്ലാത്തവർക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്കുള്ള സംഭാവനയുടെ വക്കത്ത് ബിസ്മില്ലാഹ്. അല്ലാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ, നീ സന്തോഷം നൽകണേ റഹ്മാനെ. ധാരാളം കൊടുക്കുക. അല്ലാഹു കൊടുത്തനുസരിച്ചുള്ള ബർക്കത്ത് അല്ലാഹു നൽകണം റഹ്മാനെ. മലക്കുകളുടെ ദുആയുണ്ട് കൊടുത്തവർക്ക്. അല്ലാഹുവേ, പാവപ്പെട്ടവർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കുന്നു, പണക്കാർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കുന്നു. എല്ലാ കൊടുക്കുന്നവർക്കും ഉസ്താദിന്റെ ദുആയല്ല, തങ്ങളുടെ ദുആയല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്യുന്ന ആളുകളാണ്. ആ മലക്കുകളുടെ ദുആ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അൽ ബറകത്തു ഫിൽ അംവാൽ, അവന്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നു. കൊടുത്താൽ അവരുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നു. ഇൻഷാഅല്ലാഹ് 10 മൈലിലാണ് എല്ലായിടത്തും സ്റ്റേജിലുണ്ട്. നല്ല ബർക്കത്താകട്ടെ. എവിടെ പോകുമ്പോണ്ടല്ലേ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ പരിപാടിക്ക് എത്തുന്നു. എല്ലാത്തിലും സ്റ്റേജിൽ വന്നിട്ട് ബർക്കത്തിന് വേണ്ടി സ്റ്റേജിൽ ഇരുന്നിട്ട് പോകുന്ന ആള് ബർക്കത്ത് അല്ലാഹു നീ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ. എന്തെങ്കിലും പേര് വേണ്ടെന്ന് പറയുന്ന ബർക്കത്താക്കണം. എല്ലാ തങ്ങന്മാർ ഉസ്താദ്മാർ ഏടുണ്ട്. ആടെ വന്നിട്ട് ഒരു ബർക്കത്തിന് വേണ്ടി സ്റ്റേജിൽ ഇരുന്നിട്ട് ഉസ്താദ്മാർക്ക് കയ്യെല്ലാം കൊടുത്തിട്ട് പോകുന്ന ഒരാൾ. അല്ലാഹു നീ ബർക്കത്താക്കണേ. അല്ലാഹ് സദസ്സിലിരിക്കുന്നവർക്കും ബർക്കത്താക്കണം. ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നു ഞാൻ പോയിട്ട് സ്റ്റേജിൽ ഇരുന്നെങ്കാവാന്ന് വേണ്ട. തൽക്കാലം ഇരിക്കുക. അല്ലാഹു ഇരിക്കുന്ന എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണേ. അല്ലാഹ് പിന്നെയോ അൽ ബറകത്തു ഫിൽ അംവാൽ, മുതലിൽ ബർക്കത്തുണ്ടാകാൻ നല്ലതാണ്. ധാരാളം സദഖ ചെയ്യുക. എട്ടാമത്തെ കാര്യം തുമഅനീനത്തുൽ ഖൽബ്, മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. ഈമാനുള്ളവർക്ക് എന്തെങ്കിലും ഈമാനുള്ളവർക്ക് സദഖ ചെയ്താൽ വല്ലാത്ത സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ? അവർ സദഖ ചെയ്താൽ, ചില ആൾക്ക് അങ്ങനെയല്ല. കുറച്ച് കഴിഞ്ഞ മാസത്തിൽ വയലിന് പോയി, എല്ലാവരോടും 500 രൂപ എടുത്തു. 500 രൂപ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ കമ്മിറ്റിക്ക് എല്ലാവരും ഹൗസിലാക്കി 500 രൂപ. കുറെ യാറ് ഹൗസിലാക്കിയിട്ടില്ല. ഇപ്പൊ യാറ് ഹൗസിലാക്കുന്ന ടൈമല്ല. 500 രൂപ ആൾക്കാർ ചെല്ലുന്ന എത്ര
500 ഉസുലാക്കിയത്രയാലും എത്ര 500 ഉസുലാക്കിയെന്ന് ആര് ഉസ്താദ് ഉസുലാക്കിയെന്ന് ഇത് കൊടുക്കാൻ മനസ്സിലായി ഉസുലാക്കിയെന്ന് കമ്മിറ്റിക്കാർ 500 ഉസുലാക്കിത്തായാലും അങ്ങനെയല്ല. ഈമാനുള്ളവർക്ക് കൊടുത്ത സന്തോഷമാണ്, കൊടുത്താൽ ഭയങ്കര ആനന്ദമാണ്, കൊടുത്താൽ മനസ്സിന് സമാധാനമാണ്. അവർക്ക് ടെൻഷനുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ബേജാറുകളും വരുന്നതിനെ തൊട്ട് ഈ സദഖ കാവലാണ്, ഈ സദഖ കാവലാണ്. താബീകളിൽപ്പെട്ട ഒരു മഹാനുഭാവന്റെ അടുത്തേക്ക് ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാ, അല്ല സഹോദരാ എന്തെങ്കിലും തരാമോ? ഉള്ളത് മുഴുവനും കൊടുത്തു. അയാള് താബിയാണ്, താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. ആ മഹാനോട് എല്ലാം ചോദിച്ചതെല്ലാം കൊടുത്തു. അയാള് പോയ ശേഷം ഇയാള് പൊട്ടി കരയുകയാണ്, നെഞ്ചത്ത് കൈയടിച്ചിട്ട് കരയുകയാ. ഭാര്യ ചോദിച്ചു, അല്ല ഭർത്താവേ എന്തിനാണ് കരയുന്നത്? കൊടുത്തത് കൂടിപ്പോയോ? എന്തിനാണ് കരയുന്നത്? അയാള് പറയുന്നു, കൊടുത്തത് കൂടിയിട്ടല്ല, കൊടുത്തത് ഓവറായിട്ടല്ല, പിന്നെ എന്റെ കൂട്ടുകാരനാണ് അയാള്, എന്റെ സഹോദരനാണ്, എന്റെ പരിചയക്കാരനാണ്. അയാൾക്ക് ബുദ്ധിമുട്ടായിട്ട് അയാൾ എന്റെ വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ടി വന്നല്ലോ. ഞാൻ അയാളോട് ചോദിച്ചു കൊടുക്കേണ്ടതല്ലേ? എന്റെ വീട്ടിലേക്ക് അയാൾ വരാൻ ഞാൻ കാരണക്കാരനായില്ലേ? അല്ലാഹു എന്നെ ശിക്ഷിച്ചു കളയുമോ? അയാളോട് ഞാൻ ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ടതല്ലേ? അതിനാണ് ഞാൻ കരയുന്നതെന്ന് താബീങ്ങളിൽപ്പെട്ട മഹാൻ പറയുകയാണ്. കൊടുത്തതിന് ബേജാറ് കൊണ്ട് വീട്ടിൽ കൊടുത്തില്ലേ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതല്ലേ? എന്റെ വീട്ടിലേക്ക് അയാൾ ഇങ്ങോട്ട് വന്നതല്ലേ? അതിനു വേണ്ടി അള്ളാഹു എന്നെ ശിക്ഷിച്ചു കളയുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. നമ്മളാ കൊടുത്തിട്ടായിട്ട് ബേജാറ് വെറുതെ അത്ര അവിടെ സ്പിരിറ്റിൽ ചൊന്നുപോയി 5000 10,000 കൈ മേലാക്കിയ പഠിച്ചോനെ വേണ്ട എങ്ങനെ സലാമത്ത്. ചിലർ അങ്ങനെ ആക്കുന്ന നന്റെ ദിക്കട്ട് 10 ചാക്കാരി നല്ലതൊരു AC എല്ലാ ചൊല്ലുമ്പോ ബലിയാളെ ചൊന്നു. പിന്നെ നാണത് പിന്നെ എല്ലാവരും ചൊല്ലട്ട് നാണ് ഫസ്റ്റ് ഒരു ആഡ് നല്ലത് കേൾക്കൂതീരാ ഹരി ഫസ്റ്റ് വിളിച്ചോ ഞാൻ ഫസ്റ്റ് കങ്ങൾ യാറെ വിളിക്കിട്ട് ഞാൻ 10 ചാക്ക ഫസ്റ്റ് ഉരുളോട് കള്ള ചൊന്ന നാ തല്ല തറകാവില്ല നാ തണ്ടെങ്കിൽ ഇങ്ങനെ നക്ക് തണ്ടലില്ല നിങ്ങൊന്നില്ല. പിന്നെ വലിയൊരാളാണ്. പണ്ടൊരാളൊരു പള്ളി കെട്ടാൻ വേണ്ടി ജാഗ എടുത്ത 6 ജാഗ കൊടുക്കില്ല. ഒരാളെ കോയിന്റെ ഫോറമിന്റെ അപ്പുറത്ത് ജാഗ ഉണ്ട്. അങ്ങനെ വലിയൊരു വാളാക്കി ഗ്രൗണ്ട്. ആരാര് കേട്ടും പള്ളിക്ക് ആര് സപ്പോർട്ടാക്കുന്നില്ല. ഇയാള് കമ്മിറ്റിക്കാരോട് ചൊല്ലി നിങ്ങൾ വാളാക്കണം, ഞാൻ ജാഗ നാത്തണ്ട ആരാജാർ ജാഗ നാത്തറ തൊന്തരൊന്നുമില്ല, ജാഗ നാത്തണ്ട ജാഗ ഇനി പള്ളി കെട്ടാൻ കളക്ഷൻ വാളിന്റെ ഉസ്താദെല്ലാം വന്ന് കളക്ഷനിലാക്കി. സിമെന്റ് അതേ ആചാർ, ജല്ലി അതേ ആചാർ, കമ്പി എല്ലാം ഉസ്താദ് ഭർജരി ദ്വാരന്നിട്ട് പോയിട്ട് പള്ളി തുടങ്ങുന്ന എന്ത് കാണുന്നില്ല. വേറെ ആരെന്ത് ചൊല്ല കൂട്ടിട്ട് എല്ലാ പള്ളിയുടെ സാമാനം തന്നെ. പിന്നെ മരിക്കോളയാൾ പള്ളി കെട്ടിയിട്ടില്ല. ഇതെന്ത് ജാഗ ഇയാളെ തരുന്ന പള്ളിക്ക് സിമെന്റ് വേറെ ആള് സിമെന്റ് കല്ല് കൊടുത്ത ഇയാൾ ജാഗയിലിട്ടില്ലേ വന്നെങ്കിൽ പള്ളി കെട്ടണ്ടേ? വേറെ ആറ് എട്ടവറകില്ല, കല്ലിട്ടകുമില്ല, സിമെന്റ് എട്ടറകില്ല, പള്ളി കെട്ടകുമില്ല. അയാളെ ജാഗ സേഫായി മരിക്കോള ഉണ്ടാ ചില ഐഡിയ ചില എങ്ങനത്തെ ഐഡിയ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ചില അങ്ങനെ ഉണ്ട്. എങ്ങനെ കൊടുക്കുന്നത് എങ്ങനെ വായൽ പറഞ്ഞ ചരിത്ര ദുആക്കെല്ലാം ഉണ്ട്. ഒരു 500 രൂപ ചിലമെല്ലാം ഹലോ ഇപ്പൊ ഒരു പോക്ക് സീത മീറ്റിംഗിൽ കളക്ഷൻ തുടങ്ങുമ്പോ ഒരു അർജന്റ് ഫോൺ വരുന്നത് വണ്ണ കാത് വെച്ചു. ഈ മീറ്റിംഗിൽ ഫോൺ വെച്ചോണ്ട് പോകുന്നില്ല, പിടിച്ച് അപ്പതേ പാട്ടോ ലൗഡ് സ്പീക്കർ ആക്കി ഇല്ലെങ്കിൽ പെഞ്ഞായിട്ട് ചൊന്നും വേണ്ട നാ ഒരു മിസ് കോൾ ആക്കറേ അപ്പൊ നിനക്ക് കോൾ ആക്കണോ? മിസ് കോൾ ആക്കി മുണ്ടാതിരിക്കുന്നത് 5 മിനിറ്റ് ഒരു അർജന്റ് ഫോൺ ഇപ്പൊ ബണ്ടായിട്ട് പോയാ പോക്കോ നെക്സ്റ്റ് മീറ്റിംഗിലെ പിന്നത്തെ മീറ്റിംഗിന് വരണോ? ഒളിച്ചു കളിക്കുന്നവർ അള്ളാഹു ഇതുപോലെ നിനക്ക് തരുന്നതിൽ അള്ളാഹു വീഴ്ച വരുത്തും, നിനക്ക് തരുന്നതിൽ അള്ളാഹു കുറക്കുകയാണ്. ധാരാളം കൊടുത്തു പോയാൽ മലക്കുകളുടെ ദുആയുണ്ട്. മാത്രമല്ല സമ്പത്തിൽ ബറക്കത്തുണ്ട്, സമ്പത്തിൽ അത് ബറക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിന് സമാധാനമുണ്ടാകും. പിന്നെയോ പ്രതിഫലം കൂടി പോകുന്നു, ധാരാളം പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പിന്നെയോ സലാമത്തുൻ മിൻ ഗളബിർ റബ്ബ്, അള്ളാന്റെ കോപത്തെ തൊട്ടവൻ ദൂരത്താവയാണ്. അതാപറങ്ങൂല, അവന്റെ വീട്ടിൽ തീ പിടിക്കൂല, അവന്റെ വീട്ടിലേക്ക് മാരക രോഗം വരൂല, അള്ളാന്റെ ശിക്ഷ വരൂല. വല്ല രോഗം വന്നാൽ വല്ല ബുദ്ധിമുട്ട് വന്നാൽ അത് സ്വർഗത്തിലേക്കുള്ള പ്രതിഫലത്തിന് വേണ്ടിയാണ്, അത് ശിക്ഷക്ക് വേണ്ടിയല്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന നന്മ അതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് വെച്ച ഒരു ദിക്ർ പറഞ്ഞു തരാണ്. ഒരു ദിക്ർ, ഒരു ഓർമ്മക്ക് വേണ്ടി ഒരു ദിക്ർ. ഓർമ്മയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ലൈവിൽ നോക്കി, ഞാൻ ലൈവിന്റെ അടിയിൽ ആരോടെങ്കിലും എഴുതിയിടാൻ വേണ്ടി പറയാം. ലൈവ് ചെയ്ത് അൽക്കൗസറ അല്ലേ, അൽക്കൗസറ അതിന്റെ അടിയിൽ ആരോടെങ്കിലും എഴുതിയിട്ടിടാൻ പറയാം, കോപ്പി ചെയ്തിട്ടിടാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഒരു ദിക്ർ അബൂദർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അബൂദറുൽ ഗിഫാരി തങ്ങളെ ഭൂമിയെ കാണും ഫേമസ് ആണ് ആകാശത്തിൽ. മലക്കുകളുടെ ഇടയിൽ അബൂദർ തങ്ങൾ വല്ലാത്ത ഫേമസ് ആണ്, വലിയ ആളാണ്, വലിയ മഹാനാണ്. ഭൂമിയിൽ അറിയപ്പെടുന്നതിനെ കാണും വലിയ പബ്ലിസിറ്റി ഉണ്ട് മലക്കുകളുടെ ഇടയിൽ അബൂദർ തങ്ങൾക്ക്. അതിനുള്ള കാരണം ഒരു 10 വാക്യങ്ങളെ കൊണ്ടുള്ളൊരു ദുആയാണ് അബൂദർ തങ്ങളുടെ ദുആ. ആ ദുആ ഏതാണെന്നറിയുന്നു പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ദായിമാ വഅസ്അലുക ഖൽബൻ ഖാശിയാ വഅസ്അലുക ഇൽമൻ നാഫിയാ വഅസ്അലുക യഖീനൻ സാദിഖാ വഅസ്അലുക ദീനൻ قيما وأسألك العافية من كل بلية وأسألك تمام العافية وأسألك دوام العافية وأسألك الشكر على العافية وأسألك الغنى عن الناس. ഈ ദിക്ർ ദുആ, ഈ ദുആ ചൊല്ലുമായിരുന്നു അബൂദറുൽ ഗിഫാരി തങ്ങൾ. ജിബ്രീൽ പറയുന്നു, യാ മുഹമ്മദ് വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ദുആരെങ്കിലും അങ്ങയുടെ ഉമ്മത്തികളിൽപ്പെട്ടവർ ദുആ ചെയ്താൽ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുത്തപ്പെടുന്നു. ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അവനെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നു, സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു, മലക്കുകൾ അവനെ വിളിക്കുന്നു, യാ വലിയല്ലാഹ്, അല്ലാഹുവിന്റെ വലിയ സ്വർഗത്തിൽ കടന്നോ, മിന്നൈ ബാബിൽ ജന്നതി ശിഅത, നീ ഏത് വാതിലിലൂടെയാണോ ഉദ്ദേശിക്കുന്നത്, മിന്നൈ ബാബിൽ ജന്നതി ശിഅത, ഏത് സ്വർഗത്തിന്റെ വാതിലിലൂടെ പോടോ സെലക്ട് ചെയ്യാമെന്ന് മലക്കുകൾ അവനോട് പറയുന്നു. ദുആ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ദുആയാണ്. എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ ഭൂമിയുടെ മണ്ണിന്റെ കണക്കനുസരിച്ചു കൊണ്ടാണെങ്കിലോ, കടലിലെ വെള്ളത്തിന്റെ തിരമാലകളുടെ കണക്ക് കൊണ്ടാണെങ്കിലോ, എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കാൻ മതിയായ ഒരു ദുആ അബൂദറുൽ ഗിഫാരി തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ കാരണത്താൽ 2 തവണ ഓരോ ദിവസവും ആ ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ദുആയാണ് ദുആ. ആ ദുആ ചെയ്യുന്നത് കാരണമായിട്ട്, ആ ദുആ ചെയ്യുന്നത് കാരണമായിട്ട്, അങ്ങനെ ദുആ ചെയ്യുന്നത് കാരണമായിട്ട്, അതുപോലെ അതിനു മുമ്പ് അങ്ങനെ തുടങ്ങി ദുആയുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആന്റെ പൂർണ്ണഭാഗം, ആ ദുആ, ഈ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിക്റുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർക്ക് അതിൽ എഴുതിയിടാൻ വേണ്ടി പറയാം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഇങ്ങനെ നന്മകളുടെ ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹുവേ ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ അർശ് സിംഹാസനം വെള്ളത്തിന് മുകളിൽ. ആദ്യം ഇവിടെ മണ്ണില്ല, ആദ്യം ഇവിടെ വെള്ളമാണ്. കഅബ ഉണ്ടായിരുന്നത് നല്ല നൊര പോലെ വെള്ളത്തിന്റെ മുകളിലാണ് ആദ്യം കഅബ ഉണ്ടായത്. ഈ വെള്ളത്തിന്റെ മുകളിൽ സിംഹാസനം, അല്ലാഹുവിന്റെ അർശ്, അല്ലാഹുവിന്റെ കുർസ്, ഇതെല്ലാം സ്ഥാപിച്ച നേരമില്ലേ, ആ സമയത്ത് ആ വെള്ളത്തിൽ ഒരുപാട് തവളകൾ ഉണ്ടായിരുന്നു. തവളനെ കൊല്ലാൻ പാടില്ല. ധാരാളം ദിക്ർ ചൊല്ലുന്നൊരു ജീവിയാണ് തവള എന്നാൽ. അതുകൊണ്ട് തവളയെ കാറിനടിയിലിട്ട് കൊന്നുകളയരുത്. ചിലപ്പോൾ ഉസ്താദെ കപ്പ ഒത്തുക്ക് വന്നെങ്ങ് മാട്ടമാ, കപ്പ തപ്പിയിട്ട് തുള്ളിയിരുന്നതിന്റെ ഔത്തേക്ക് വന്നെങ്ങ് മാട്ട, ഉടുമ്പ് വന്നെ ഉടു വന്നെങ്ങ് മാട്ടമാ, മണി ഉടു വന്നെങ്ങ് വലിയ മാട്ടമാ, പല്ലി തലക്ക് പൂണ്ടെങ്കിൽ ജീമ പോണ്ട, പല്ലി തലക്ക് പൂണ്ടെങ്കും ജീമ പോണ്ടു, പൂണ്ടിലെങ്കും ജീമ പോണ്ടു അല്ലെ. ആയുസ് തീരുമ്പോ പല്ലി വീണാലും മരിക്കണം, പല്ലി വീണ്ടില്ലെങ്കിലും മരിക്കണം. അല്ലാഹുവേ നന്മകൾ ചെയ്യാൻ ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാണ്, ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാണ്.
ബഹുമാനപ്പെട്ട ഹുസൈമ തങ്ങളവരുകൾ വലിയ മുതലാളിയായിരുന്നു. കാലക്രമേണ ഹുസൈമ തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. ഇക്കൊല്ല പറഞ്ഞു ഉസ്താദ് ഹുസൈമ തങ്ങളുടെ ചരിത്രം ഇല്ല, പറഞ്ഞിനെങ്കിൽ വേറെ പറയാം. പറഞ്ഞ ഹുസൈമ തങ്ങളുടെ സ്റ്റോറി ഇല്ല, ധൈര്യത്തിൽ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും വയത് കേട്ടിന് അല്ലാഹു നീ ബർക്കത്താക്കണേ അല്ലാഹ്. ഹുസൈമ തങ്ങൾ വലിയ മുതലാളിയാണ്, വലിയ പണക്കാരനാണ്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഹുസൈമ തങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. പാപ്പറായി, കടം വാങ്ങി കൊടുക്കാൻ കഴിയാത്ത പോലെയായി. കടങ്ങൾ കുന്നുകൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നുപോയി. കടം കൊടുക്കാൻ കഴിയുന്നില്ല, കടം വീട്ടാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഇക്രിമ എന്ന് പറയുന്ന കൂട്ടുകാരൻ, ഹുസൈമ തങ്ങളുടെ കൂട്ടുകാരനാണ് ഇക്രിമ. അവർ ഗവർണറാണ്, വലിയ പോസ്റ്റിലുള്ള ആളാണ്. ഇക്രിമ തങ്ങൾക്ക് ഇതറിഞ്ഞു. 4000 ദിർഹം, ലക്ഷോപലക്ഷമായില്ലേ, 4000 ദിർഹം ഫണ്ടിൽ നിന്ന് കടമെടുക്കുകയാണ്. കടമെടുത്തുകൊണ്ട് ഇക്രിമ തങ്ങൾ ഹുസൈമ തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ട് രാത്രി മുഖം മൂടിയിട്ട് മുഖത്തിലേക്ക് വസ്ത്രമിട്ട് കാണാത്ത പോലെ കണ്ണിന്റെ ഭാഗം മാത്രം തുളയാക്കിയിട്ട് ഒട്ടകത്തിൽ കയറിയിട്ട് രാത്രി നട്ടപ്പാതിരാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല എവിടേക്കാണ് ഈ പാതിരാ നേരത്ത്, എങ്ങോട്ടാ പോകുന്നത്? ഭാര്യയോട് പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. നമ്മുടെ ഇക്രിമ വല്ലാത്ത നമ്മുടെ ഹുസൈമ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. ഹുസൈമയെ ഒന്ന് സഹായിക്കാൻ ഞാൻ അങ്ങോട്ട് പോവുകയാ, ഹുസൈമയെ സഹായിക്കാൻ പോവുകയാ, ആരോടും നീ പറഞ്ഞു പോകരുത്. അങ്ങനെ മുഖത്ത് കറുത്തത് കെട്ടിയിട്ട്, മുഖത്ത് വസ്ത്രം തുണി കെട്ടിയിട്ട് ഇക്രിമ തങ്ങള് ഹുസൈമ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. പോയിട്ട് വാതിൽ മുട്ടിയിട്ട് 4000 ദിർഹം ഇതിലുണ്ട്, ഇത് പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പാതിരാ നേരത്ത് ഹുസൈമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണെന്ന് പറയാമോ? എന്റെ ഈ ബുദ്ധിമുട്ട് നേരത്ത്, എന്റെ ഈ പ്രശ്ന നേരത്ത്, എന്റെ ഈ പ്രതിസന്ധിയുടെ നേരത്ത് എന്നെ സഹായിക്കുന്ന അങ്ങാരാ, ഒന്ന് പറഞ്ഞു തരാമോ? എന്റെ ബുദ്ധിമുട്ടിൽ എന്നെ സഹായിക്കുന്ന അങ്ങയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ്ങയുടെ സമ്പത്ത് വേണ്ട. അപ്പോഴാ പറയുന്നത്, അന മുൻകിറുൽ കിറാം മിൻ ഖദരില്ലയ്യാം. മാന്യന്മാർക്ക്, നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാണ് ഞാൻ. പേരില്ല, പേര് ചോദിക്കരുത്. പാവപ്പെട്ടവനെ, ബുദ്ധിമുട്ടുന്ന ആളുടെ ഇസ്സത്ത് കാക്കാൻ വേണ്ടി പണിയെടുക്കുന്നയാളാ ഞാൻ. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം കരുതി വല്ല മലക്കാകാലോ വല്ല ജിന്നാകാലോ. അൽഹംദുലില്ലാഹ്, ഇതും ചൊല്ലിയിട്ട് ആ സദഖ സ്വീകരിച്ചിട്ട് ഭാര്യയോട് പറയുന്നു, ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് ഹുസൈമ ചോദിച്ചു, അല്ല പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞു അന മുൻകിറുൽ കിറാം മിൻ ഖദരില്ലയ്യാം. ഇത് ഞാൻ പറഞ്ഞു വന്നില്ലയോ? ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവരോട് വന്നു, എന്റെ പേരറിഞ്ഞില്ല. പോകട്ടെ, കാലചക്രമങ്ങ് നീങ്ങിയിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ഇക്രിമയുടെ ഗവർണർ പോസ്റ്റ് പോവുകയാണ്. ഇക്രിമയുടെ ഗവർണർ പോസ്റ്റ് നഷ്ടപ്പെടുകയാ, ഇക്രിമയെ ഒഴിവാക്കുകയാ. പിന്നെ ഹുസൈമ വലിയ പണക്കാരനായി. 4000 ദിർഹം ഇക്രിമ തങ്ങൾ കൊടുത്തത് കൊണ്ട് കടം വീട്ടി കച്ചവടം ചെയ്ത് വലിയ മുതലാളിയായില്ലോ, വലിയ മുതലാളിയായി. ഈ വലിയ മുതലാളിയായ ശേഷം രാജ്യത്തിന്റെ ഗവർണർ പദവി ആർക്ക് കിട്ടിയെന്നറിയാവോ? ഗവർണർ പദവി കിട്ടി ഈ ഹുസൈമ
ഹുസൈമാ തങ്ങൾ അവർക്ക് ഹുസൈമാക്ക് ഗവർണറുടെ പദവി കിട്ടി. ആരുടെ ഗവർണർ പദവിയാ നഷ്ടപ്പെട്ടു പോയത്? ഇക്രിമാ തങ്ങളുടെ ഗവർണർ പദവിയാ. പക്ഷേ ഇക്രിമാ തങ്ങൾക്ക് സങ്കടമില്ല. വഴിയിലേക്ക് വന്നു. വഴിയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഹുസൈമാ തങ്ങളെ സ്വാഗതം ചെയ്യുകയാ. ഹുസൈമാ തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇക്രിമാ തങ്ങള് എല്ലാം കൈമാറുന്നു. രാജാവിന്റെ കൽപ്പന ഹുസൈമയോട് ഇക്രിമയുടെ കണക്ക് നോക്കാൻ, ഗവർണറായ ഇക്രിമയുടെ കണക്ക് നോക്കാൻ. ഹുസൈമ കണക്ക് നോക്കുമ്പോ 4000 റുപ്പികയുടെ ഷോട്ടുണ്ട്. ഖസാനയിൽ 4000 ദിർഹമിന്റെ ഷോട്ടുണ്ട്, കുറവുണ്ട്, കടം കാണിക്കുന്നുണ്ട്. ഹുസൈമ തങ്ങൾ രാജാവോട് പറഞ്ഞു, ഇക്രിമയുടെ കണക്കിൽ 4000 ദിർഹം ഷോട്ട് കാണുന്നുണ്ട്. ഇക്രിമ